ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന പ്രിലിമിനറി പരീക്ഷയുടെ അനാലിസിസ് വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പറയുന്നത്. ഇന്ന് എക്സാം എഴുതിയവർക്ക് എങ്ങനെയുണ്ടായിരുന്നു? എക്സാം നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റിയോ? എല്ലാവരും നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തോ? നോക്കാം ഓരോ ചോദ്യവും അവയുടെ ഉത്തരങ്ങളും എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് അനാലിസിസ് നടത്തി നോക്കാം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശമാണ് ധോളവീര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉം പ്രസ്താവനകൾ ബന്ധമില്ലാത്തതാണ്. പാഞ്ചാലി ശബദം എഴുതിയതാര്? പാഞ്ചാലി ശബദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായിക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഹിൻഡാൻക്യോ. എട്ടാമത്തെ ചോദ്യം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ് എന്നതാണ്. കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി ഓപ്ഷൻ ഡി ആണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധി വരെയുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? 70 വയസ്സിനു മുകളിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം? ദേശീയ ഹരിത ട്രിബ്യൂണൽ 2010 സ്ഥാപിതമായിട്ടുള്ളത്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത് കേരളമാണ്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ചുവടെ തന്നിട്ടുള്ളവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥമാണ് നവമഞ്ജരി. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഓപ്ഷൻ ഡി ഇവരെല്ലാവരും തന്നെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? നംച ബർവയാണ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് നംച ബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കരീവയാണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ചിട്ടുള്ള ഖനന പ്രവർത്തനമാണ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് മഗ്നീഷ്യം. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് ഓക്സ്ബോ തടാകങ്ങൾ അല്ലെങ്കിൽ ഓക്സ്ബോ ലേക്സ്.
ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? കഥകളി ഉണ്ടായത് രാമനാട്ടത്തിൽ നിന്നാണ്. രാമനാട്ടമാണ് ആൻസർ. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1 ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. നീണ്ടകര. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇവിടെ തന്നിട്ടുള്ളവയെല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2, 4 ശരി. 1, 2, 4 ശരിയാണ്. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 മാത്രം ശരി, 4 തെറ്റാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2 മാത്രം ശരി, 3, 4 തെറ്റാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 മാത്രം ശരി. 1, 2, 3 മാത്രം ശരി, 4 തെറ്റാണ്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ? ഡോക്ടർ കെ ബി മേനോൻ നേതൃത്വം കൊടുത്തത് കീഴരിയൂർ ബോംബ് കേസിനാണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കൂട് എന്ന പേരിലാണ്. കൂട് പദ്ധതിയാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 2 മാത്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 2ഉം 3ഉം മാത്രം ശരി. 2ഉം 3ഉം ശരിയാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവിടെ തന്നിട്ടുള്ളവയെല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി എ. 1 മാത്രമാണ്. 1 മാത്രമാണ് തെറ്റ്. മറ്റു 3ഉം ശരിയാണ്. 45. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് അബ്ദുൾ കലാം ആസാദ്. മൗലാന അബ്ദുൾ കലാം ആസാദ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനിയാണ്. കബനി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. വരയാട്. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? റഷ്യയിലെ കസാനിലാണ്. കസാൻ, റഷ്യ. ഖുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് ആഗോള സുസ്ഥിര വികസനത്തെ കുറിക്കുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക.
ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 4 കണക്റ്റ് ആയിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വകുപ്പ് 19 മുതൽ 22 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ചൂഷണത്തിനുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം തന്നെ ഉൾപ്പെടുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉം മാത്രമാണ് ശരി. 1ഉം 2ഉം മാത്രമാണ് ശരി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം ഏതാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ക്ലോറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീൽ ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ ആണ്. അൽനിക്കോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രോട്ടോണിന് ആ പേര് നൽകിയത് ഏണസ്റ്റ് റുതർഫോർഡ് ആണ്. ഏണസ്റ്റ് റുതർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകം ഏത്? LPGയിലെ മുഖ്യ ഘടകമാണ് ബ്യൂട്ടെയിൻ. സസ്യങ്ങളിൽ ബീജസംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓവ്യൂൾ വിത്താകുന്നു എന്നതാണ്. ഓവ്യൂൾ വിത്താകുന്നു. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ലിപ്പേസ് ആണ്. ലിപ്പേസ്. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എത്രയാണ്? പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് ഗതികോർജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? അറ്റോമിക് റിയാക്ടറുകളാണ്. ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് എന്ത്? സോണാർ എന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയും തെറ്റും കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ് എന്നതാണ് ആൻസർ. ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് ഗോളരസന്ധി. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 3ഉം ആണ് ശരി, മറ്റു 2ഉം തെറ്റാണ്. അടുത്തത് മാത്സ് സെഷൻ ആണ്. നോക്കാം. ഓരോ ചോദ്യവും ഉത്തരവും മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. 81ാമത്തെ ചോദ്യം ഉത്തരം ഡി ആണ്. 11 വയസ്സ്. 82 ഓപ്ഷൻ ഡി ആണ്. JCVG. 83 ഓപ്ഷൻ എ ആണ്. 1/4. 84 ഓപ്ഷൻ സി EV. 85 ഓപ്ഷൻ ബി. 3 നിരീക്ഷണം, പിന്നീട് താരതമ്യം, വർഗീകരണം, അതിനുശേഷം അപഗ്രഥനം, പിന്നീടാണ് നിഗമനം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 86ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ 62 ആണ്. ഓപ്ഷൻ ബി 62. 87 ഓപ്ഷൻ സി 5/11, 4/11. 88ാമത്തെ ചോദ്യം ഓപ്ഷൻ എ 7 ലിറ്റർ.
89 ഓപ്ഷൻ ബി 5/4. 90ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 780 രൂപ. 91ാമത്തെ ചോദ്യം ഓപ്ഷൻ എ 63. 92ാമത്തെ ചോദ്യം ഓപ്ഷൻ എ 2. 93 ഓപ്ഷൻ എ 16 കിലോമീറ്റർ തെക്ക്. 94ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ആൻസർ. 95ാമത്തെ ചോദ്യം ഓപ്ഷൻ സി 12 ആണ് ആൻസർ. 96ാമത്തെ ചോദ്യം ഓപ്ഷൻ എ 30 മിനിറ്റ്. 97 ഓപ്ഷൻ ഡി 5/4 5/4 ആണ് ആൻസർ. 98ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി 2415 രൂപ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 99ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി 14 മീറ്റർ. 100ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി 70. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ കണ്ടല്ലോ. ആൻസേഴ്സ് ഒന്ന് നോക്കുക, ഏതൊക്കെ ശരിയായി ഏതൊക്കെ തെറ്റി എന്ന് ഒന്ന്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.